സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശ്രീകുട്ടിയുടെ നില അതീവ ഗുരുതരം തന്നെയാണ്. ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് ശ്രീകുട്ടി. വീഴ്ചയുടെ ആഘാതത്തിൽ തലച്ചോറ് ഇളകി മറിഞ്ഞുള്ള ആക്സോണൽ ഇഞ്ചുറി ഉണ്ടായെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷിജോ, ആരോഗ്യനിലയിൽ ഒരു മാറ്റമില്ലാതെ തുടരുകയാണോ ശ്രീകുട്ടി? ദിവ്യ, ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ ചികിത്സയിൽ പ്രവേശിപ്പിച്ച സമയം മുതൽ തന്നെ ഇപ്പോൾ സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും ആശുപത്രി അധികൃതർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ ശ്രീകുട്ടിക്ക് നൽകുന്നുണ്ട്. ശ്രീകുട്ടിക്ക് തലച്ചോറിലെ പരിക്കാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത്. അതിൽ നിന്ന് ശ്രീകുട്ടിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്നുണ്ട്. മറ്റ് കുഴപ്പങ്ങളൊന്നും തന്നെ ശ്രീകുട്ടിക്കില്ല. വീഴ്ചയിൽ ശരീരത്തിൽ ചെറിയ മുറിവുകൾ, ചെറിയ പൊട്ടലുകൾ ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം ശരീരത്തിന്റെ മറ്റിടങ്ങളിലില്ല. വീഴ്ചയിൽ തലച്ചോറിനേറ്റ ആ ഒരു മുറിവ്, അവിടെ രക്തം കട്ടപിടിച്ചത് അത് ഇച്ചിരി ഗുരുതരമാണ്. അപ്പോൾ അതിൽ നിന്ന് ശ്രീകുട്ടിയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിവിധ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരുടെ ഒരു 24 മണിക്കൂറും ഉള്ള രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ശ്രീകുട്ടിക്ക് സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും ആശുപത്രി അധികൃതർ നൽകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിനുവേണ്ടിയുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ആശുപത്രിയിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. 24 മണിക്കൂറും ഇതിനെ ഒരു പ്രത്യേക കേസായിട്ട് പരിഗണിച്ചുകൊണ്ട് സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം എല്ലാ ചികിത്സകളും ശ്രീകുട്ടിക്ക് നൽകുകയാണ്. നിലവിൽ എന്തായാലും ചികിത്സയിൽ കഴിയുന്ന ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ചികിത്സ തുടരുന്നത്. അപ്പോൾ എത്ര ദിവസം ഇങ്ങനെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് ആശുപത്രി അധികൃതർക്കും കൃത്യമായിട്ടുള്ള ഉത്തരവില്ല. കാരണം ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു ചികിത്സയാണ്. അപ്പോൾ തലച്ചോറിലുണ്ടായിട്ടുള്ള ഈ രക്തം കട്ടപിടിച്ചിട്ടുള്ളത് അത് അലിയാൻ കുറച്ച് സമയമെടുക്കും. അതിന് എത്ര ദിവസം വരെ എടുത്തേക്കാം, എത്ര ദിവസം വരെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ചികിത്സയിൽ കഴിയേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഉത്തരം ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നുള്ള ഒരു വിവരമാണ് ആശുപത്രി അധികൃതർ പങ്കുവെക്കുന്നത്. എന്തായാലും ശ്രീകുട്ടി ജീവിതത്തിലേക്ക് തിരികെ വരും എന്നുള്ളൊരു പ്രതീക്ഷ ആശുപത്രി അധികൃതർ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന ചികിത്സയിൽ ശ്രീകുട്ടിയുടെ കുടുംബം തൃപ്തരാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ കുടുംബം ആദ്യഘട്ടത്തിൽ മതിയായ ചികിത്സ ലഭിക്കുന്നില്ല, ചികിത്സയിൽ ചില ആക്ഷേപങ്ങളുണ്ട് എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയിരുന്നു. പിന്നീട് ആശുപത്രി അധികൃതരുമായി സംസാരിച്ചപ്പോൾ ചികിത്സയിൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, ഈ കുടുംബം, ശ്രീകുട്ടിയുടെ കുടുംബം തൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ആശുപത്രി അധികൃതർ കൂടി പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ചികിത്സയിൽ കഴിയുകയാണ് ശ്രീകുട്ടി. ഇതുമായി ബന്ധപ്പെട്ടുള്ള റെയിൽവേ പോലീസിന്റെ അടക്കം അന്വേഷണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാ ചികിത്സകളും ശ്രീകുട്ടിക്ക് ആശുപത്രി അധികൃതർ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ശ്രീകുട്ടിയുടെ ആരോഗ്യനില വളരെ വേഗത്തിൽ മെച്ചപ്പെടട്ടെ, സാധാരണ നിലയിലേക്ക് എത്തട്ടെ. ആ വെന്റിലേറ്ററിന് പുറത്തുണ്ടല്ലോ ശ്രീകുട്ടിയുടെ അമ്മ നെഞ്ചുളിക്കുന്ന വേദനയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്.